ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടോഭിർദശേമദേവഹിതം യദായുः. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം അഥാശ്വലായനോ ഭഗവന്തം പരമൈഷ്ഠിനമുപസമേത്യോവാച. അധീഹി ഭഗവൻ ബ്രഹ്മവിദ്യാം വരിഷ്ഠാം സദാ സദ്ഭിः സേവ്യമാനാം നിഗൂഢാം യയാ ചിരാ സർവപാപം വ്യപോഹ്യ പരാത്പരം പുരുഷം യാതി വിദ്വാൻ. തസ്മൈ സഹോവാച പിതാമഹശ്ച ശ്രദ്ധാ ഭക്തിധ്യാനയോഗാദവൈഃ ന കർമ്മണാ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഃ. പരേണ നാകം നിഹിതം ഗുഹായാം വിഭ്രാജത്തെ യത്യതയോ വിശന്തി. വേദാന്തവിജ്ഞാനസുനിശ്ചിതാർത്ഥാഃ സന്ന്യാസയോഗാത്യതയഃ ശുദ്ധസത്വാഃ. തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃതാത് പരിമുച്യന്തി സർവേ. വിവിക്തദേശേ ച സുഖാസനസ്ഥഃ സമഃ ശുചിഃ സമഗ്രീവ ശിരഃശരീരഃ അത്യാശ്രമസ്ഥഃ സകലേന്ദ്രിയാണി നിരുധ്യ ഭക്ത്യാ സ്വഗുരും പ്രണമ്യ. ഹൃത്പുണ്ഡരീകം വിരജം വിശുദ്ധം വിചിന്യ മധ്യേ വിശദം വിശോകം അചിന്യമവ്യക്തമനന്തരൂപം ശിവം പ്രശാന്തമമൃതം ബ്രഹ്മയോനിം. തദാദിമധ്യാന്തവിഹീനമേകം വിഭും ചിദാനന്ദമരൂപമദ്ഭുതം ഉമാസഹായം പരമേശ്വരം പ്രഭും ത്രിലോചനം നീലകണ്ഠം പ്രശാന്തം. ധ്യാത്വാ മുനിർഗച്ഛതി ഭൂതയോനിം സമസ്തസാക്ഷിം സമസപരസ്താദ്. സ ബ്രഹ്മാ സ ശിവസേന്ദ്ര സോക്ഷരഃ പരമസ്വരാട്. സ ഏവ വിഷ്ണു സ പ്രാണഃ സ കാലോഗ്നി സ ചന്ദ്രമാ. സ ഏവ സർവം യദ്ഭൂതം യച്ഛ ഭവ്യം സനാതനം. ജ്ഞാത്വാ തം മൃത്യുമത്യേതി നാന്യപന്ഥാ വിമുക്തയേ. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി. സംപശ്യൻ ബ്രഹ്മ പരമം
യാതി നാന്യേന ഹേതുനാ ആത്മാനമരണിം കൃത്വാ പ്രണവം ചോത്തരാരണിം ജ്ഞാനനിർമ്മഥനാഭ്യാസാത് പാശം ദഹതി പണ്ഡിതഃ സ ഏവ മായാ പരിമോഹിതാത്മാ ശരീരമാസ്ഥായ കരോതി സർവം ത്ര്യന്നപാനാദിവിചിത്രഭോഗൈः സ ഏവ ജാഗ്രത് പരിതൃപ്തിമേതി സ്വപ്നെ സ ജീവഃ സുഖദുഃഖഭോക്താ സ മായയാ കൽപ്പിതജീവലോകേ സുഷുപ്തികാലേ സകലേ വിലീനേ തമോഭിഭൂതഃ സുഖരൂപമേതി പുനശ്ച ജന്മാന്തരകർമ്മയോഗാത് സ ഏവ ജീവഃ സ്വപിതി പ്രബുദ്ധഃ പുരത്രയേ ക്രീഡതി യശ്ച ജീവഃ തതഃ സുജാതം സകലം വിചിത്രം ആധാരമാനന്ദമഖണ്ഡബോധം യസ്മിൻ ലയം യാതി പുരത്രയം ച ഏതസ്മാത് ജായത്തെ പ്രാണോ മനഃ സർവേന്ദ്രിയാണി ച ഖം വായുർജ്യോതിരാപഃ പൃഥിവീ വിശ്വസ്യ ധാരിണീ യത് പരം ബ്രഹ്മ സർവാത്മാ വിശ്വസ്യായതനം മഹത് സൂക്ഷ്മാസൂക്ഷ്മതരം നിത്യം തത്വമേവ ത്വമേവ തത് സ്വപ്നസുഷുപ്ത്യാദി പ്രപഞ്ചം യത് പ്രകാശത്തെ തദ് ബ്രഹ്മാഹമിതി ജ്ഞാത്വാ സർവബന്ധൈ പ്രമുച്യത്തെ. യത് പരം ബ്രഹ്മ സർവാത്മാ വിശ്വസ്യായതനം മഹത് സൂക്ഷ്മാസൂക്ഷ്മതരം നിത്യം. ഇത്രയും യത് പരം ബ്രഹ്മ എന്നുള്ളതിൻ്റെ വിശേഷണം പറഞ്ഞു. ഒന്ന് സർവാത്മാ, രണ്ട് വിശ്വസ്യ ആയതനം, ആയതനം അടിസ്ഥാനം, ആശ്രയം, മഹത്. മഹത് എന്ന് പറഞ്ഞ ഉടനെ വരാവുന്ന തെറ്റിദ്ധാരണയെ നീക്കുകയാണ് സൂക്ഷ്മതരം. അപ്പൊ സൂക്ഷ്മതരം എന്ന് പറഞ്ഞാൽ സ്ഥൂലതരം ആണ് മഹത്ത്. നിത്യം, ഇത്രയും വ്യത്യസ്ത പദങ്ങളെ കൊണ്ട് ബ്രഹ്മതത്വത്തെ സൂചിപ്പിച്ച ശേഷം പറയുകയാണ് തത്വമേവ, അത് നീ തന്നെയാകുന്നു. ഈ അത് നീ തന്നെയാകുന്നു എന്നുള്ള മഹാവാക്യ ഉപദേശത്തിൽ എങ്ങനെയാണ് വിചാരം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ സാമാന്യമായി ഇന്നലെ ചിന്തിച്ചു. അവിടെ വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും എല്ലാം വേർതിരിച്ച് നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി. വളരെ പ്രധാനമാണ് വേദാന്ത വിചാരത്തിൽ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ ചർച്ചയ്ക്ക് വെക്കണം. ഏതായാലും ത്വമേവ തത്, നീ തന്നെയാണ് അതെന്ന് പറഞ്ഞു. തത് ത്വമേവ, ത്വമേവ തത്. അപ്പൊ ഈ ഒരു മഹാവാക്യ ഉപദേശത്തിന് ശേഷം അതിനുപരി വേദാന്തത്തിനൊന്നും പറയാനില്ല. അപ്പോൾ പിന്നെ വേദാന്തത്തിൽ വിസ്തരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഈ തത്വത്തെ സാക്ഷാത്കരിക്കുന്നതിനുള്ള പല പ്രകാരത്തിൽപ്പെട്ട വിവേകങ്ങളാണ്. മഹാവാക്യ ഉപദേശത്തിൽ കവിഞ്ഞൊന്നില്ല. പിന്നീട് പറയുന്നതൊക്കെയും അതെങ്ങനെ അനുസന്ധാനം ചെയ്യണം, എങ്ങനെയൊക്കെ വിചാരം ചെയ്ത് ധരിക്കണം എന്നുള്ളതിനാണ്. ആ നിലയ്ക്ക് ശ്രദ്ധിക്കുക. ജാഗ്രസ്വപ്ന സുഷുപ്ത്യാദി പ്രപഞ്ചം യത് പ്രകാശത്തെ തദ് ബ്രഹ്മാഹമിതി ജ്ഞാത്വാ സർവബന്ധൈ പ്രമുച്യത്തെ.
ജാഗ്രസ്വപ്ന സുഷുപ്തിയാദി പ്രപഞ്ചം യത് പ്രകാശത്തെ, പ്രകാശത്തെ എന്ന് മതി, പ്രകാശ്യതയെ തെറ്റല്ല, അതുമുണ്ട്. രണ്ട് പാഠങ്ങളുണ്ട്. പ്രകാശ്യതയെന്നുണ്ട്, പ്രകാശതയെന്നുണ്ട്. ജാഗ്രസ്വപ്ന സുഷുപ്തിയാദി പ്രപഞ്ചം യത് പ്രകാശതേ. നമ്മൾ ജീവൻ്റെ സംസാരഗതി ഈ ജാഗ്രസ്വപ്ന സുഷുപ്തികളാകുന്ന 3 പുരങ്ങളിൽ കറങ്ങുന്നത് കൊണ്ടാണെന്ന് നേരത്തെ പറഞ്ഞു. പുരത്രയേ ക്രീഡതി യശ്ച ജീവ തതഃ സുജാതം സകലം വിചിത്രം എന്ന്. തതഃ സുജാതം സകലം വിചിത്രം. അപ്പം ഈ വിചിത്രമായ സംസാരം മുഴുവൻ തന്നെ ഈ 3 പുരങ്ങളിൽ താദാത്മ്യത്തോടു കൂടി കറങ്ങുന്നതിൻ്റെ ഫലമാണ്, പരിണാമമാണ്. അതാണ് എടുത്തു പറയുന്നത് ജാഗ്രസ്വപ്ന സുഷുപ്തിയാദി പ്രപഞ്ചം. ജാഗ്രസ്വപ്ന സുഷുപ്തിയാദി പ്രപഞ്ചം, പ്രപഞ്ചം വാക്കിൻ്റെ അർത്ഥം നമ്മൾ എടുക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. എങ്കിലും ശ്രദ്ധിച്ചാൽ വർദ്ധിച്ച തോതിൽ 5 എന്ന ഭാവം എന്തിനുണ്ടോ അതാണ് പ്രപഞ്ചം. പഞ്ച 5: ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇവ ചേർന്നത്. ആവിഷ്കൃതമായതെന്നർത്ഥം, ആകാരയുക്തമായത്, പഞ്ചഭൂതാത്മകമായത്. അപ്പം അങ്ങനെയുള്ള യാതൊരു പ്രപഞ്ചം എങ്ങനെയുള്ളത്? ജാഗ്രസ്വപ്ന സുഷുപ്തിയാദി. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി തുടങ്ങിയ. അപ്പൊ തുടങ്ങിയ എന്ന് പറഞ്ഞാൽ 3 അവസ്ഥയല്ലേ ഉള്ളൂ. പിന്നെ ഇതിന് ആദിശബ്ദം അവിടെ ഒരു സംശയമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാം, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്നീ അവസ്ഥാത്രയത്തിൽ ആരംഭിക്കുന്ന എന്ന് പറയാം. അത് ആദിയായ പ്രപഞ്ചം, ആദി കാരണം. അല്ലാതെ തുടങ്ങിയ എന്നർത്ഥം അവിടെ എടുത്താൽ വിഷമാവും. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി തുടങ്ങിയ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ വേറൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം വെച്ചാൽ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി തുടങ്ങിയ എന്നുള്ളതിൽ അതുപോലുള്ള മറ്റുള്ളത് എടുക്കണം. സ്ഥൂല സൂക്ഷ്മ കാരണ, സത്വരജസ്തമോ, അങ്ങനെയൊക്കെ ഉള്ള എല്ലാം എടുക്കണം. അതും ശരിയാണ്. അപ്പം ജാഗ്രത, സ്വപ്ന, സുഷുപ്തി ആദി എന്ന് പറഞ്ഞാൽ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഊർധ്വമധ്യമാധോ ലോകങ്ങൾ, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, സത്വരജസ്തമോ ഗുണങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം എന്നെടുക്കണം. അല്ലെങ്കിൽ ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയാകുന്ന അവസ്ഥാത്രയത്തിൽ ആരംഭിക്കുന്ന എന്നെടുക്കണം. രണ്ടും ശരിയാണ്. അങ്ങനെയുള്ള യാതൊരു പ്രപഞ്ചം പ്രകാശിക്കുന്നുവോ തദ് ബ്രഹ്മ, തദ് അഹം. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഉപദേശമാണ്. നേരത്തെ നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചു, സർവകാരണമായിരിക്കുന്ന ബ്രഹ്മത്തെ, സർവകാരണമായിരിക്കുന്ന സത്യത്തെ നമ്മൾ പരിണമിച്ച് പ്രപഞ്ചമാകുന്നു എന്നോ വികാരങ്ങൾ വന്ന് പ്രപഞ്ചമാകുന്നു എന്നോ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം പരിണാമം, വികാരം തുടങ്ങിയവ സംഭവിക്കുന്നിടത്ത് ഒരിക്കലും നിത്യത്വം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ വിവർത്തം മാത്രമാണ് വേദാന്തം സ്വീകരിക്കുന്നത്. അതായത് വസ്തുവിൽ മാറ്റം വരാതെ പലതായി
പ്രഭാസിക്കുന്നു. അതിനാണ് ദൃഷ്ടാന്തമായിട്ട് സ്വർണം, സ്വർണ്ണാഭരണം തുടങ്ങിയ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞത്. ദൃഷ്ടാന്തം ഒരിക്കലും പൂർണ്ണമല്ല. ദൃഷ്ടാന്തം ഒരിക്കലും പൂർണ്ണമല്ല. ദൃഷ്ടാന്തം വിചാരം ചെയ്യാൻ ഒരു സഹായി മാത്രമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടുപോകും. അപ്പോൾ സത്യം സത്യമായിരിക്കെ ഒരു തരത്തിലും പരിണമിക്കാതെ, അല്ലെങ്കിൽ ഒരു തരത്തിലും വികാരം വരാതെ സകലവുമായി ഭാസിക്കുന്നു. അപ്പോൾ ഈ കാര്യാകാരത്തിലുള്ള ജഗത്തിനെ നോക്കി എന്ത് പറയാൻ പറ്റും? ഇത് ബ്രഹ്മം തന്നെ എന്ന് പറയാൻ പറ്റും. കാര്യാകാരത്തിൽ നിലകൊള്ളുന്ന, അതാണ് നേരത്തെ പറഞ്ഞത്. ഒരാൾ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറഞ്ഞാലും, വേറൊരാൾ ബ്രഹ്മസത്യം ജഗത് സത്യം എന്ന് പറഞ്ഞാലും വേദാന്തിക്ക് യാതൊരു കുഴപ്പമില്ല. സ്വർണ്ണാഭരണത്തെ നോക്കി ഇത് ആഭരണമാണെന്ന് പറഞ്ഞാലും ഇത് സ്വർണമാണെന്ന് പറഞ്ഞാലും നമുക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോ വിവിധാകാരത്തിൽ വിപുലമായ പ്രപഞ്ചത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ബ്രഹ്മമാണ്. എന്തുകൊണ്ട് ബ്രഹ്മമാണ്? കാരണത്തിൽ, അധിഷ്ഠാന സത്യത്തിൽ പരിണാമമോ വികാരമോ വന്നിട്ടല്ല ഇതായത്. ഇതുണ്ട് എന്ന് പറയുന്നിടത്തെ ഉണ്മ ഏകമാണ്, അഭിന്നമാണ്. അത് ശ്രദ്ധിക്കുക. ഈ അഭിന്നമായിരിക്കുന്ന സത്യത്തെ നോക്കിയിട്ട് പറയുകയാണ്, ജാഗ്രസ്വപ്ന സുഷുപ്തിയാദി പ്രപഞ്ചം യത് പ്രകാശതേ തദ് ബ്രഹ്മ. ഏകമായ അദ്വയമായ സത്യമാണ് ഈ കാര്യാകാരം മുഴുവൻ, ഭിന്നമല്ല, അഭിന്നമാണ്. എന്നിട്ട് പറയുന്നു അഹം, അത് തന്നെയാകുന്നു ഞാൻ. ഇവിടെ മനുഷ്യൻ്റെ ആദിമ ജിജ്ഞാസയ്ക്ക് മൂലമായത് 3 പദാർത്ഥങ്ങളായിട്ട് നമ്മൾ ദർശന പദ്ധതിയിൽ പിരിക്കും. 1 ജഗത്ത്, 2 ഈശ്വരൻ, 3 ജീവൻ. അതിലേതാണ് ആദിമ ജിജ്ഞാസ, എങ്ങനെയാണ് പുറപ്പെടുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ നമ്മുടെ ജിജ്ഞാസയുടെ ആദ്യത്തെ മൂലമായിട്ടുള്ളത് നമ്മുടെ ചുറ്റുപാട് കാണുന്ന ഈ പ്രപഞ്ചമാണ്, ദൃശ്യപ്രപഞ്ചമാണ്. എന്താണിത്? കാരണം നമ്മൾ ജനിച്ച മുതൽ വൈവിധ്യപൂർണമായിട്ട് കാണുന്നു. വ്യത്യസ്ത ഘടകങ്ങളാർന്നിട്ട്, പക്ഷെ വ്യത്യസ്ത ഘടകങ്ങളാർന്നിട്ടാണെങ്കിലും വ്യക്തമായൊരു നിയമക്രമമുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നു. നിയമക്രമമുള്ളതായി മനസ്സിലാക്കുന്നു. അതുപോലെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് കാര്യകാരണ ബന്ധം അനിഷേധ്യമായിട്ട് നിലകൊള്ളുന്നു. കാര്യമുണ്ടോ, കാരണമുണ്ടോ എന്ന്. അപ്പോൾ ഈ ജഗത്ത് വൈവിധ്യപൂർണമായിരിക്കുന്ന ഓരോ പദാർത്ഥത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഘടകത്തെയും അപഗ്രഥിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത സ്വഭാവങ്ങളോടുകൂടിയ, അഗ്നിയുടെ ഉഷ്ണതയാവട്ടെ, ജലത്തിൻ്റെ ശീതളിമയാവട്ടെ, അങ്ങനെ ഓരോന്നിൻ്റെയും തനത് ഭാവങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ വിചാരശീലനായ മനുഷ്യൻ്റെ
ജിജ്ഞാസയ്ക്ക് ആദിമമായ മൂലം ഒരു സംശയമില്ലാതെ പറയാം ജഗത്താണ്. അല്ലാണ്ട് ഞാൻ ആയിരുന്നൊന്നും അല്ല ആദ്യം ചിന്തിക്കണം. ഈ ജഗത്തിനെ നിരൂപണം ചെയ്യുമ്പോഴാണ് ഒന്നുകിൽ ഈ ജഗത്തിൻ്റെ നിയന്താവ് ആരാണ് എന്നുള്ള ചോദ്യം വരുന്നത്. ഈ ജഗത് കാരണം എന്താണെന്ന ചോദ്യം വരുന്നത്. ആ ചോദ്യം വരുമ്പോഴാണ് അത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നത്. ഇപ്രകാരം ചിന്തിക്കുന്ന ഞാനാരാണ്? അപ്പം ഞാനാരാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് വിവിധ വിഷയങ്ങളിലേക്ക് വിപുലമായി പോകും. എന്താണ് എൻ്റെ ലക്ഷ്യം? ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എന്താണ്? അതിന് തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ആ തടസ്സങ്ങളെ എങ്ങനെ നീക്കണം? ഇങ്ങനെ അനേക മേഖലകളിലേക്ക് അത് പോകാം. അങ്ങനെ 1000 ചോദ്യങ്ങളായി നമുക്ക് അതിനെ രൂപപ്പെടുത്താം. എന്നാൽ 3 ശീർഷകങ്ങളിലാണ് നമുക്ക് പിരിക്കാൻ പറ്റുക. 1 ജഗത്ത്, 2 ഈശ്വരൻ, 3 ജീവൻ. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഈ സമഷ്ടിക്ക് കാരണമായിരിക്കുന്നത്, ഈ വ്യഷ്ടി സ്വരൂപമായിരിക്കുന്നത്, പിന്നെ ജഗത്തും, ഈ 3 ഈ 3 ഭിന്നമല്ല, ഏകമായ സത്യമാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കാരണം ജാഗ്രസ്വപ്ന സുഷുപ്തിയാദി പ്രപഞ്ചം യത് പ്രകാശതേ, ജാഗ്രസ്വപ്ന സുഷുപ്തിയാദി ലോകമല്ല. അത് ശ്രദ്ധിക്കണം. ജാഗ്രസ്വപ്ന സുഷുപ്തിയാദി വാസ്തവത്തിൽ ലോകമാണ്. ഒന്ന് വ്യക്തമാക്കണം തോന്നുന്നു. ലോകം എന്ന് പറഞ്ഞാൽ ലോക്യത്തെ, ദൃശ്യത്തെ, അനുഭൂയത്തെ. ഇത് ലോകം. കാണപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നതാണ് ലോകം. ലോകം എന്ന് നമ്മൾ പറയുമ്പോൾ അനുഭവിക്കപ്പെടുന്നതാണ്, കാണപ്പെടുന്നതാണ്. ഇപ്പം ജാഗ്രസ്വപ്ന സുഷുപ്തിയാദി ലോകമാണ്, നമ്മളത് അനുഭവിക്കപ്പെടുന്നതാണ്. അതെല്ലാവർക്കും അറിയാം, ഒരു പുസ്തകം അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇവിടെ ജാഗ്രസ്വപ്ന സുഷുപ്തിയാദി ലോകമല്ല, പ്രപഞ്ചം എന്നാണ് പറഞ്ഞത്. പ്രപഞ്ചമെന്ന് പറയുമ്പോൾ ലോകവുമായിട്ട് വ്യത്യാസമുണ്ട്. യാതൊന്നിൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളുടെ ചർച്ചയുണ്ടോ, ഭൗതികമാണോ, ഭൗതികമായതിനാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇപ്പം ജാഗ്രസ്വപ്ന സുഷുപ്തിയാദിയായിരിക്കുന്ന എൻ്റെ അനുഭവമണ്ഡലം എന്താണ്? പ്രപഞ്ചമാണ്. അതാണ് പ്രപഞ്ചഭാനം. ജാഗ്രസ്വപ്ന സുഷുപ്തിയാദി ഇല്ലെങ്കിൽ അവന് പ്രപഞ്ചഭാനമില്ല. ഇങ്ങനെയുള്ള യാതൊരു പ്രപഞ്ചമുണ്ടോ ജഗത്ത്, യത് പ്രകാശതേ, യാതൊന്ന് പ്രകാശിക്കുന്നുവോ, തത് ബ്രഹ്മ, അത് ബ്രഹ്മമാകുന്നു. സമ്പൂർണമായ പ്രപഞ്ചത്തെയും ജഗത്തിനെയും ചൂണ്ടി പറയുകയാണ് ഇത് ബ്രഹ്മമാണ്. ഇതുണ്ടോയെന്ന് ചോദ്യം. ഉണ്ട്. ഉണ്ടെങ്കിൽ ഉണ്മ ഒന്നാണ്, രണ്ടില്ല. ഇത് പ്രക്രിയാദശയല്ല. നമ്മൾ പ്രക്രിയാദശയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. പ്രക്രിയാദശയിൽ നമ്മൾ ഇത് മിഥ്യയാണെന്ന് പഠിച്ചു. അപ്പോൾ ഇപ്പോൾ വീണ്ടും ചോദിക്കും, മിഥ്യയാണെങ്കിൽ തള്ളണ്ടേ? മിഥ്യയാണെങ്കിൽ അതിനെങ്ങനെയാണ് ബ്രഹ്മമെന്ന് മനസ്സിലാക്കുക? ബ്രഹ്മം സത്യവും ജഗത്ത് മിഥ്യയല്ലേ എന്ന് ചോദിക്കും. അത് പ്രക്രിയയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാണ്. അവിടെയാണ് മിഥ്യാശബ്ദത്തിൻ്റെ അർത്ഥം വ്യക്തമായി പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ അതേ ചോദ്യം ഇപ്പോൾ വീണ്ടും വരും, പ്രക്രിയ തന്നെ കുടുങ്ങിക്കിടന്നാൽ. ഉണ്ടെന്ന ഭാസനത്തിന് എന്താണോ ഹേതു അത് ഉണ്മയാണ്. ആ ഉണ്മയിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല.
ഉണ്ടല്ലോ, ഇവിടെ നീയും ഞാനും ഉണ്ടല്ലോ, അവനും അവളും ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഈ അന്വേഷണമേ വരുന്നില്ലല്ലോ. ദുഃഖമെന്നൊന്നുണ്ടല്ലോ, സുഖമെന്നൊന്നുണ്ടല്ലോ. ദ്വന്ദ്വങ്ങളിൽ ഉഴറുന്നവനാണല്ലോ അതിനുപരി അന്വേഷിച്ചത്. ദുഃഖത്തിൽ ഉഴറിയവൻ അതിനുപരിയുള്ള മാർഗം അന്വേഷിച്ചു. ചോദ്യമുള്ളവൻ ഉത്തരം തേടി. ആ ഉത്തരം തേടിയതിൽ നിന്നാണ് തത്വചിന്ത വരുന്നത്, ഉപദേശം വരുന്നത്. ഇത് തീർത്തും സദധിഷ്ഠാനത്തിൽ വിവർത്തമായി കാണപ്പെടുന്നതാണ് എന്ന ബോധം പ്രകാശിക്കുന്നത് വരെ ഇതുണ്ട്. ചോദ്യം അത് കഴിഞ്ഞാലോ? ചോദ്യം വളരെ പ്രധാനമായ ചോദ്യമാണ്. അത് കഴിഞ്ഞാലോ? ഇത് സദധിഷ്ഠാനത്തിൽ വിവർത്തമാണെന്ന് ബോധിച്ചു, എന്നാലും ഉണ്ട്, പക്ഷെ ബാധിക്കില്ല. ഏതായാലും ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഏതുപോലെ നമ്മൾ വളരെ വളവും തിരിവുമില്ലാതെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ വെള്ളം ഓളം വെട്ടുന്നത് കാണുന്നു. വെള്ളമുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു. എന്നാൽ നമുക്കറിയാം വെള്ളമില്ല എന്ന്. ആദ്യമൊക്കെ പതുക്കെ കാല് ബ്രേക്കിലേക്ക് പോവും, വെള്ളമുണ്ട് എന്ന ധാരണയിൽ. പക്ഷെ പിന്നെ നമ്മൾ മനസ്സിലാക്കി വെള്ളമില്ല. അത് വെറും പ്രതീതിയാണ്, അത് കേവലം പ്രാതിഭാസികമാണ്. അവിടെ സദധിഷ്ഠാനമായ റോഡ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കും. ഇനി നമ്മളത് ഭ്രമിപ്പിക്കില്ല. ചോദ്യം, ഇനി അത് കാണുമോ? ഇനിയും കാണും. അപ്പം നേരത്തെ കണ്ടു, ഇപ്പോഴും കണ്ടു, പിന്നെന്താ വ്യത്യാസം? നേരത്തെ കണ്ടപ്പോൾ അത് സത്യമാണെന്ന് നമ്മൾ ഉറപ്പിച്ചു, ഇപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കത് കേവലം പ്രതീതിയാണെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് അത് നമ്മളെ ബാധിക്കില്ല. വിജ്ഞാനി ലോകം കാണില്ല എന്ന് ആരും പറയരുത്. വിജ്ഞാനി ലോകത്തെ കാണുന്നു മാത്രമല്ല, മറ്റാരെക്കാളും നന്നായി കാണും. ഓരോരുത്തരുടെ ഉള്ളിലിരിപ്പ് പോലും കാണും. ദ്വൈതത്തെ ഏറ്റവും നന്നായി കാണുന്നത് അദ്വൈതിയാണ്. അദ്വൈതി ദ്വൈതത്തെ കാണില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വെറുതെ പറച്ചിലാണ്. പിന്നെന്താ വ്യത്യാസം? അജ്ഞാനിയും ദ്വൈതത്തെ കാണുന്നു, വിജ്ഞാനിയും ദ്വൈതത്തെ കാണുന്നു. പിന്നെന്ത് വ്യത്യാസം? വിജ്ഞാനിയുടെ ദ്വൈത ദർശനം ഒരു തരത്തിലും അവനെ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവൻ ആനന്ദമാണ്. അത് കേവലം പ്രാതിഭാസികമാണെന്നറിയാം. പണിക്കൂലി ഈടാക്കാത്ത ജ്വല്ലറിയിലെ ആഭരണ വിശേഷങ്ങളെ കണ്ടാസ്വദിക്കാൻ ആ കട ഉടമസ്ഥന് പോലും സാധിക്കുന്നുണ്ട്. അല്ലേ? ആലോചിച്ച് നോക്കൂ. എന്തിനാ പണിക്കൂലി? സ്വർണമെന്ന അധിഷ്ഠാന വസ്തുവെ പല ആകാരങ്ങളിലാക്കി കാണിക്കാനാണ് പണിക്കൂലി. അത് ഈടാക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിന് പൈസ മതി? സ്വർണത്തിന് മാത്രം മതി. ആഭരണം ഫ്രീ ആണ്. ജ്വല്ലറിയിൽ ആഭരണം 100% ഫ്രീയാ. അല്ലാത്ത പക്ഷം പരസ്യം തട്ടിപ്പാ. രണ്ടിലൊന്ന്. പണിക്കൂലി ഈടാക്കുന്നില്ല എന്നുള്ള പരസ്യം സത്യമാണെങ്കിൽ എന്ത് ആരും കൊടുക്കൂല. ശരി, എന്നാലും ചില പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ. അപ്പം അതിൻ്റെ അടിയിൽ ചെറുതാക്കിയിട്ട് അവർ എഴുതിയിട്ടുണ്ടാവും 4% എന്ന് എഴുതിയിട്ടുണ്ടാവും.
അപ്പോൾ അപ്പോൾ ഇവിടെ പറഞ്ഞത് അവരുടെ പരസ്യം സത്യമാണോ അല്ലയോ എന്നുള്ളതല്ല, മറിച്ച് പല ജ്വല്ലറിക്കാരും അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ പണിക്കൂലി ഈടാക്കുന്നതല്ല എന്ന്. ആ പണിക്കൂലി ഈടാക്കുന്നതല്ല എന്ന പരസ്യം സത്യമാണെങ്കിലാണ് ഈ പറഞ്ഞത്. അപ്പം നമ്മൾ എന്തിനു പണം കൊടുത്താൽ മതി? സ്വർണത്തിന് കൊടുത്താൽ മതി. അപ്പം അവിടെ ആഭരണം ഫ്രീ അല്ലേ? ആണല്ലോ. അതെ, ആഭരണം 100% ഫ്രീയാ. കാരണം സ്വർണത്തിന് മാത്രം പണം കൊടുത്താൽ മതി. നിങ്ങൾ എന്തെടുത്താലും സ്വർണത്തിന് മാത്രം പണം കൊടുത്താൽ മതി. ഈ ജ്വല്ലറിക്കാരന് പോലും എന്ത് കണ്ടറിയാം? ആഭരണ വൈവിധ്യങ്ങളെ കണ്ടറിയാം, അതിൻ്റെ വിശേഷതകളെ ആസ്വദിക്കാം, അതിനനുസരിച്ച് വിപണനം ചെയ്യാം. അതെ, ചിന്തിക്കുക.